ഇമാമതങ്ങൾ ഖത്മു തീർത്തതിന് എത്രയാണ്? ഏറ്റവും കൂടുതൽ മുതലാക്കിയത് ഖുർആനിന്റെ മുന്നിൽ തപസ്സിരുന്നിട്ടല്ലേ. ഒരു വർഷത്തെ ഖത്മ് തന്നെ 395 എണ്ണം. ജീവിതകാലത്ത് 54 വയസ്സിൽ. അപ്പൊ നമ്മൾ വിചാരിക്കും, പലരും വിചാരിക്കും ഉസ്താദെ ഷാഫിയാമാതങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നമുക്ക് ദുനിയാവിൽ എത്ര ശോകലുണ്ട്. മൂപ്പർക്കൊണ്ട് ഭാര്യ മക്കളൊക്കെ, നമുക്ക് മാത്രമൊന്നല്ല. മൂപ്പർക്കൊണ്ട് കൃഷിയൊക്കെ, കൃഷിയിടത്തിൽ പണിയെടുക്കാറുണ്ട്. ഉച്ചവരെ ദർശനം നടത്തി ഉച്ചന്റെ ശാസ്ത്ര വരെ കൃഷി ചെയ്യും. ഏറ്റവും ഇഷ്ടപ്പെട്ട തൊഴിലാണ് കൃഷി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കൃഷി ചെയ്യും. എന്നും ഉച്ചന്റെ ശേഷം വന്ന് വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ അതിന് ഒഴിവാണ്. ബാക്കി ദിവസങ്ങളിലൊക്കെ കൃഷിയിടത്തിൽ വന്ന് നല്ല കൃഷി ചെയ്യും. കിട്ടുന്ന സംഗതികളൊക്കെ പുറത്തു കൊണ്ടുപോയി വിറ്റ് ലാഭം വാങ്ങും, കച്ചവടം ചെയ്യും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കച്ചവടം ചെയ്ത് ജീവിച്ച വലിയ മഹാനല്ലേ. വസ്ത്ര കച്ചവടം നടത്തിയിരുന്നു. ആ വസ്ത്ര കച്ചവടത്തിൽ ഒരു ചെറിയ മായം പോലും വരാൻ സമ്മതിക്കൂല. കച്ചവടത്തിന് കൂടെ കൂട്ടിയ ഒരാള് ഒരു ദിവസം 70 ജോഡി വസ്ത്രം കൊണ്ടുവന്ന് വിൽക്കാൻ. നല്ല കാണാൻ ചുരുക്കുള്ള വസ്ത്രം. അപ്പൊ അബൂ ഹനീഫ തങ്ങൾ ആ വസ്ത്രങ്ങൾ ഇങ്ങനെ എടുത്തു മറിച്ചു നോക്കിയപ്പോ ഒരു ജോഡിക്ക് ചെറിയ ഡാമേജ് ഉണ്ട്. നമ്മളിപ്പോ ഒരു കടയിൽ കയറിയിട്ട് തുണി വാങ്ങണമെങ്കിൽ എത്രണ്ണം മറിച്ചിടും? ഒരു 15 മറിച്ചിട്ട് നമ്മളെ കണ്ണിന് ഏതെങ്കിലും ഒന്ന് പിടിച്ചാൽ അത് വാങ്ങും, അങ്ങനല്ലേ? അപ്പൊ ചിലര് നമ്മളോട് പറയാം അതൊക്കെ ഞാൻ പണിക്കാരൻ മടക്കി വെക്കണ്ടേ. അപ്പൊ നമ്മൾ പറയാം അത് അയാളുടെ ഡ്യൂട്ടിയാണ്, നമുക്ക് പറ്റുന്നതല്ലേ വാങ്ങാം. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ. കുറെ നമ്മൾ ഇങ്ങനെ എടുത്തിടാൻ പറയാം അത് ചൊറുക്കുണ്ട്, പിന്നെ മറിച്ചും അത് പോരാ, വേറൊന്ന് അത് അങ്ങനെ എടുക്കുമല്ലോ. വാങ്ങുന്ന ആള് ശ്രദ്ധിക്കൂലേ? അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, ഈ ഡാമേജ് ഉള്ള ഈ ഒരു വസ്ത്രം ചെറിയ പഴക്കം കാണുന്നുണ്ട്, അതിന് പറഞ്ഞെന്നെ വിൽക്കണം എന്ന് പറഞ്ഞു. ഇതിന് പോരായ്മ ഉണ്ട് എന്ന് പറഞ്ഞെന്നെ വിൽക്കണം. 70 ജോഡിയും വിറ്റ് നല്ലൊരു കാശുമായിട്ട് അദ്ദേഹം വന്നു. അബൂ ഹനീഫ തങ്ങൾ എടുത്ത് വന്നിട്ട് പറഞ്ഞു ഒക്കെ വിറ്റു. ഉടനെ ചോദിച്ചു, ആ പഴകിയ ഒരു വസ്ത്രം ഉണ്ടായിരുന്നില്ല, ഒറ്റ ജോഡി, ബാക്കി 69 ക്ലിയർ ആണ്, ഇത് പറഞ്ഞിട്ടാണോ വിറ്റ്? മറന്നുപോയി എന്ന് പറഞ്ഞു. വാങ്ങുന്ന ആള് ചിന്തിക്കൂല, അങ്ങനെയുണ്ടല്ലോ. വാങ്ങുന്ന ആൾ നോക്കിയിട്ടല്ലേ വാങ്ങുള്ളൂ. എല്ലാവർക്കും മുന്തിയതല്ലേ ആവശ്യമുള്ളൂ, അങ്ങനെ തന്നെയല്ലേ വാങ്ങേണ്ടത്. അത് പറയാൻ മറന്നുപോയി. എന്നാ പിന്നെ 70 എണ്ണത്തിന്റെ വസ്ത്രത്തിന്റെ കൂലിയും എനിക്ക് വേണ്ട. ഒന്ന് നീ മറന്നെങ്കിൽ നിന്നെ ഇനി പങ്കാളിയായി പറ്റൂല. എന്റെ കൂടെ ബിസിനസ്സിൽ ഷെയർ ആയിട്ട് നീ വേണ്ട. അത്രയും സൂക്ഷ്മതയിൽ ജീവിച്ച മഹാൻ 40 കൊല്ലം സഹോദരങ്ങളെ ഇശാഇനടുത്ത അതേ വുളൂ കൊണ്ട് സുബ്ഹി നിസ്കരിച്ചു പോയി. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇബാദത്തിനൊരു കുറവുമില്ല. 54 വയസ്സ് ജീവിച്ച ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സ് വരെ അതിൽ നിന്ന് നിങ്ങൾ കുറച്ചോളൂ. ഖുർആൻ 7ാം വയസ്സിലല്ലേ ഹിഫ്ളാക്കിയത്. ബാക്കി 10-47 വർഷം കൊണ്ട് തീർത്ത ഖത്മ് 20,000-ത്തിലധികമാണ്.